പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 3 പേജ് നമ്പർ 49 ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതേപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. ഇതിന് മുമ്പുള്ള പോർഷൻസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുന്നത് കാണുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. അറേഞ്ച് ദീസ് ലെങ്ത്സ് ഇൻ ഇൻക്രീസിങ് ഓർഡർ. ഈ കുറേ ലെങ്ത്തുകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതിനെ നമ്മളോട് ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻക്രീസിങ് ഓർഡർ എന്ന് വെച്ചാൽ എന്താ? ഇൻക്രീസിങ് ഓർഡർ എന്ന് വെച്ചാൽ സ്മോൾ നമ്പറിൽ നിന്ന് ബിഗ് നമ്പറിലേക്ക് നമ്മൾ എഴുതുന്നതിനെയാണ് നമ്മൾ ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുന്നത്. അതായത് ചെറിയ നമ്പർ തൊട്ട് വലിയ നമ്പർ വരെ അങ്ങനെ എഴുതി പോകുന്നതിനെയാണ് ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് ഹോൾ നമ്പേഴ്സ് അല്ല, ഫ്രാക്ഷനിലാണ് തന്നിട്ടുള്ളത് അല്ലേ. ഇതിനെ നമ്മൾ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതണം. അപ്പോൾ ഇവിടെ നോക്കിയേ, 9/10, 17/10, 130/10 ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് 10th പാർട്ടാണ്. 10th പാർട്ടിനെ ഞാൻ കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാം? 9/10 എന്ന് നമുക്കിതിനെ റീഡ് ചെയ്യാം. അടുത്തത് എങ്ങനെ റീഡ് ചെയ്യാം? 1 and 7/10 എന്ന് ഇതിനെ റീഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഇതിനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതണം? 17/10 എന്നാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു യൂണിറ്റും പിന്നെന്താണ് 1/10ൻ്റെ 7 പാർട്സും ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇത് കാണാനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ 1 യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താ? 1 യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? 1/10ൻ്റെ എത്ര പാർട്സ് ഉണ്ട്? 10 പാർട്സ് ഉണ്ട്. 1 യൂണിറ്റ് എന്ന് വെച്ചാൽ 1/10ൻ്റെ 10 പാർട്സ് ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇങ്ങനെ 1 യൂണിറ്റ് 0 to 1 യൂണിറ്റ് എടുത്താൽ അതിനെ 10 ഈക്വൽ പാർട്സായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഓരോ പാർട്ടുകളും എന്താണ്? 1/10 വീതമാണ്. അപ്പോൾ 1/10 1/10 ഇങ്ങനത്തെ 10 പാർട്സുകളുണ്ട്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 1/10ൻ്റെ 10 പാർട്സാണ്. പിന്നെന്തുകൊണ്ട്? 1/10ൻ്റെ 7 പാർട്ടുകളും ഉണ്ട്. അപ്പോൾ 7/10 എന്ന് പറയുന്നത് ടോട്ടൽ 1/10ൻ്റെ എത്ര പാർട്ടുകളുണ്ട്? ഇവിടെ 10 പാർട്ട്, പിന്നെ ഇവിടെ 1/10ൻ്റെ 7 പാർട്സ്. മൊത്തം എത്രയുണ്ട്? 17 പാർട്സുകളുണ്ട് 1/10ൻ്റെ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് 17/10 എന്ന് എഴുതാം. 17/10 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നമുക്കൊന്നും ചെയ്യേണ്ട. 1/10ൻ്റെ 130 പാർട്സുകൾ ഇവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെയോ? ഇവിടെ നോക്കിയേ, 13 1/10. അപ്പോൾ ഇവിടെ എന്താണ്? 13 യൂണിറ്റ്സും പിന്നെന്താണ്? 1/10ൻ്റെ ഒരു പാർട്ടുമാണ് ഇവിടെയുള്ളത്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. 1 യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? 1/10ൻ്റെ 10 പാർട്സ് ചേരുന്നതാണ് 1 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ 13 യൂണിറ്റ്സ് എന്തായിരിക്കും? 13 യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് 1/10ൻ്റെ 10 പാർട്സാണ്. അങ്ങനെയാണെങ്കിൽ 13 യൂണിറ്റ്സ് എന്തായിരിക്കും? 1/10ൻ്റെ 130 പാർട്സ് ആയിരിക്കും. 1 യൂണിറ്റ് 1/10ൻ്റെ 10 പാർട്സ് ആണ്. അപ്പോൾ 2 യൂണിറ്റ് ആകുമ്പം 1/10ൻ്റെ 20 പാർട്സ് ആവും. 3 യൂണിറ്റ് ആകുമ്പം 1/10ൻ്റെ 30 പാർട്സ് ആവും അല്ലേ, 30 പാർട്സ് ആവും. 4 ആകുമ്പം 1/10ൻ്റെ 40 പാർട്സ് ആവും. അങ്ങനെ 13 യൂണിറ്റ്സ് ആകുമ്പം 1/10ൻ്റെ 130 പാർട്സ് ആവും. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? 13 1/10 എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? നമ്മളിതിനെ 1/10ൻ്റെ പാർട്സ് ആക്കി എഴുതുവാണ്. 130 പാർട്സ് ഉണ്ട് 1/10ൻ്റെ. അതിനെ നമുക്ക് 130/10 എന്ന് എഴുതാം. പിന്നെ എന്തും കൂടെ ഉണ്ട്? 1/10ൻ്റെ ഒരു പാർട്ടും കൂടെ ഉണ്ട്. മൊത്തം 131 പാർട്സ് ഉണ്ട് 1/10ൻ്റെ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 131/10. എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? 131 ടെൻസ് എന്നാണ് റീഡ് ചെയ്യുന്നത് കേട്ടോ. ടെൻസ്, TENTHS, ടെൻസ് എന്നാണ് റീഡ് ചെയ്യുന്നത്. 131 ടെൻസ് ഉണ്ട് ഇവിടെ. അതേപോലെ നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ.
ഇനി അടുത്തത് 10 5/10. ഇവിടെ 10 യൂണിറ്റ്സ് ഉണ്ട്. 10 യൂണിറ്റ്സും പിന്നെ 1/10ൻ്റെ 5 പാർട്സും ഉണ്ടെന്നാണ് ഇതിൻ്റെ മീനിങ് അല്ലേ. 10 5/10 എന്ന് വെച്ചാൽ 10 യൂണിറ്റ്സും പിന്നെ 1/10ൻ്റെ എത്ര പാർട്സാണ്? 5 പാർട്സും കൂടെ ചേരുന്നതാണ് നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്പർ. അപ്പോൾ 10 യൂണിറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? 10 യൂണിറ്റ്സിൽ 1/10ൻ്റെ എത്ര പാർട്സ് കാണും? 100 പാർട്സ് കാണും അല്ലേ. 1/10ൻ്റെ 100 പാർട്സ് കാണും. പ്ലസ് ഇവിടെ 1/10ൻ്റെ 5 പാർട്സ്. മൊത്തം കൂടെ എന്ത് വരും? 100/10 പ്ലസ് 5/10 എന്ന് എഴുതാം അല്ലേ. 100 ടെൻസും 5 ടെൻസും കൂടെ ചേർന്ന് 105 ടെൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 105 ടെൻസ് ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്തെഴുതാം? 7 യൂണിറ്റ് ആകുമ്പം എത്രയാവും? 70 ടെൻസ് വരും. പ്ലസ് 6 ടെൻസ് രണ്ടും കൂടെ ചേരുമ്പം 76 ടെൻസ് ഇവിടെ ഉണ്ട്. അടുത്തതിനെ എങ്ങനെ എഴുതാം? 6 യൂണിറ്റ് ആകുമ്പം 60 ടെൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ 7 ടെൻസും കൂടെ ചേരുമ്പം എത്രയാവും? 67 ടെൻസ് ആവും. ഇനി അടുത്തത് ഇവിടെ 4 ടെൻസ് തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്കെല്ലാം ഒരേ മെത്തേഡിൽ കിട്ടി അല്ലേ. 9/10 17/10 130/10 130/10 ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതണം. ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാൻ ഇതിലേതായിരിക്കും? ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുന്നത് സ്മോൾ ടു ബിഗ് ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ് എന്ന് നോക്കണം. ഏറ്റവും ചെറുത് ഏതായിരിക്കും? 4/10 ആണ് അല്ലേ. അതായത് 1/10ൻ്റെ 4 പാർട്സ്. അപ്പോൾ 4/10 ആണ് ഏറ്റവും ചെറുത്. അടുത്തത് എന്ത് വരും? 4/10 കഴിഞ്ഞിട്ട് 9/10 വരും. അപ്പോൾ അടുത്തത് 9/10. അപ്പോൾ 4/10 ചെറുതാണ്. അടുത്ത 9/10 ലെസ് ദാൻ. ഇനി അടുത്ത എന്ത് വരും? 9 കഴിഞ്ഞിട്ട് 9-നെക്കാട്ടിൽ കുറച്ചുകൂടെ ബിഗ് ആയിട്ടുള്ള നമ്പർ നമ്മൾ എഴുതണം അല്ലേ. 17/10. അടുത്തത് 17/10. അപ്പോൾ എഴുതിയതിനൊക്കെ നിങ്ങളൊരു ടിക്ക് ഇടുക, അല്ലെങ്കിൽ അവസാനം കൺഫ്യൂഷൻ ആകും കേട്ടോ. ഇനി അടുത്തത് എന്താണ്? അടുത്തത് 67/10. ഇനി അടുത്തത് എന്ത് വരും? 67 കഴിഞ്ഞ് 76/10. അടുത്തത് അപ്പോൾ ഇതെഴുതി. ഇനി അടുത്തത് ഇത് 105/10. അടുത്തത് 130/10. അടുത്തത് 131/10. അപ്പോൾ ആദ്യം നിങ്ങൾ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്താണോ തന്നിരിക്കുന്നത് അതേപോലെ കൂടെ നിങ്ങളിവിടെ എടുത്തെഴുതണം കേട്ടോ. അപ്പോൾ മൊത്തം നമ്മളെല്ലാം എഴുതിയെന്ന് നോക്കിയാൽ 1 2 3 4 5 6 7 8 എണ്ണമാണ് വേണ്ടത്. അപ്പോൾ 4 + 4 8. ഓക്കെ, ഇനി നിങ്ങൾ ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിരിക്കുന്നത് അതുപോലെ എഴുതുക. അപ്പോൾ 4/10 നമുക്ക് അതേപോലെയാണ് തന്നിരിക്കുന്നത്. ലെസ് ദാൻ 9/10 നമുക്ക് അതേപോലെയാണ് തന്നിരിക്കുന്നത്. ലെസ് ദാൻ 17/10നെ നമുക്ക് 17/10 എന്നാണ് തന്നിട്ടുള്ളത്. അതപ്പോൾ അങ്ങനെ എഴുതുക. ലെസ് ദാൻ 67നെ നമുക്ക് 7/10 എന്നാണ്. അടുത്തത് 76നെ 6/10. അടുത്തത് 10 5/10. അടുത്തത് 130 എങ്ങനെയാണ്? അതങ്ങനെ തന്നെയാണ് തന്നിട്ടുള്ളത് അല്ലേ. 130/10 ലെസ് ദാൻ 131 13 1/10 എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റിനുമായി നെക്സ്റ്റ് വീഡിയോ കാണാം.